ഞങ്ങൾ സിനിമകൾ സെലക്ട് ചെയ്യുന്നത് ഒരിക്കലും ഒരു ആക്ടറിനെയോ ഒരു ഡയറക്ടറിനെയോ നോക്കിയിട്ടല്ല. ഞങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി സ്റ്റോറിയാണ്. ആ സ്റ്റോറി നമ്മളെ നമുക്ക് എങ്ങനെ നമ്മളത് എൻജോയ് ചെയ്യുന്നുണ്ടോ എന്നാണ് ആദ്യം നോക്കുന്നത്. അതിനകത്ത് എന്തെങ്കിലും ഒരു മെസ്സേജ് ഉണ്ടാവുന്ന ഒരു സിനിമയായിരിക്കണം. അത് മാത്രമാണ് ഞങ്ങൾ ആദ്യം നോക്കുക. അപ്പൊ അതിനുശേഷമാണ് ഇതിന്റെ ഡയറക്ടർ ആരാണ്, എന്താണ് എക്സ്പീരിയൻസ്, എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, കഴിവുള്ള ആളാണോ എന്ന് നോക്കുന്നത് രണ്ടാമതാണ്. കാര്യം കഥ നല്ലതല്ലെങ്കിൽ എത്ര വലിയ ഡയറക്ടർ ആണെങ്കിലും എത്ര വലിയ ആക്ടർ വന്ന് ചെയ്തിട്ടും കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി കഥയ്ക്കാണ് കൊടുക്കുന്നത്, സെക്കൻഡ് ഡയറക്ടറിനാണ്, തേർഡാണ് ആ കഥയ്ക്ക് അനുയോജ്യമായ ഒരു ആക്ടറിനെ കിട്ടുക. ഇതുവരെ ദൈവാനുഗ്രഹം കൊണ്ട് ഞങ്ങളുടെ സിനിമയ്ക്കെല്ലാം അതിന് യോഗ്യരായ ആളുകളെ, നടിമാരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ തേർഡ് പ്രയോറിറ്റി എന്ന് പറയുന്നതാണ് ആക്ടേഴ്സ്. അപ്പോൾ ഇനിയും അങ്ങനെ ഒരുപാട് ഞങ്ങളിപ്പോൾ ഒരുപാട് ട്രെയിൻ ചെയ്തുകൊണ്ട് വരുന്ന കുട്ടികളുണ്ട്. ഇപ്പോൾ ഡയറക്ഷൻ ഫീൽഡിലേക്കാണെങ്കിൽ തന്നെ ഇപ്പൊ ഞങ്ങളുടെ പെരിച്ചാഴി എന്ന് പറയുന്ന സിനിമയിൽ 5 പേരെ ഞങ്ങൾ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വെച്ചിരുന്നു. 5 പേരും പുതിയ ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ എല്ലാ സിനിമയിലും കൂടുതൽ എന്താ പറയാ, ഈ ഫ്രഷ് ബ്ലഡിലാണ് കൂടുതൽ ടാലൻസ് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ കണ്ട് മടുത്ത ഒരു കാര്യങ്ങളെക്കാളും നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലും വേണം. അപ്പം പുതിയതായിട്ടുള്ള ഐഡിയാസ് വേണം, പുതിയതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി വേണം. അപ്പൊ അതെല്ലാം എനിക്ക് തോന്നുന്നു യങ്സ്റ്റേഴ്സിന് കൂടുതലായിട്ടുണ്ട്. അപ്പം കൂടുതൽ സിനിമയിലേക്ക് വരാൻ ഒരുപാട് ആഗ്രഹിക്കുന്നവർക്ക് ഞങ്ങളെ കൊണ്ടാവാവുന്ന രീതിയിൽ മാക്സിമം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാറുണ്ട് എല്ലാ ഏരിയാസിലും. അതിപ്പോൾ ഡയറക്ഷൻ മാത്രമല്ല, ഞങ്ങളുടെ ഇപ്പോൾ ഇതിനു മുമ്പ് എടുത്തു നോക്കിയ എല്ലാ സിനിമകളിലും മ്യൂസിക് ഡയറക്ടേഴ്സ് എല്ലാം പുതിയതാണ്. അപ്പം അതുപോലെ സിംഗേഴ്സ്, അങ്ങനെ എല്ലാം ഞങ്ങൾ പുതിയ ആൾക്കാരെ കൊണ്ടുവരാൻ നോക്കാറുണ്ട്. എന്തെങ്കിലും നമ്മൾ കേട്ടും അടുത്ത സാധനം തന്നെ വീണ്ടും കേൾക്കാതെ എന്തെങ്കിലും പുതിയതായിട്ടുള്ള സാധനം കേൾക്കാനോ അല്ലെങ്കിൽ കാണാനോ ഒരു അവസരം കിട്ടണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് പുതിയ ആൾക്കാർക്ക് അവസരം കൊടുക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. സിനിമയിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, സിനിമയുടെ 70% ഇൻവെസ്റ്റ്മെന്റും സിനിമയ്ക്കകത്തേക്കല്ല വരുന്നത്. അതിന്റെ ഒരു 30% മാത്രമേ നമ്മൾ സിനിമയിൽ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്നുള്ളൂ. അതില് 70%ഉം ബാക്കിയുള്ള കാര്യങ്ങൾക്കും എന്താ പറയാ, വീട്ടിൽ കഞ്ഞിയും പപ്പടവും പയറും കഴിച്ചുകൊണ്ടിരിക്കുന്ന ആള് സിനിമ സെറ്റിൽ വന്നാൽ ചിക്കനും മട്ടനും ബീഫും എല്ലാം കൂട്ടിയിട്ടല്ലാതെ കഴിക്കത്തില്ല. അപ്പോൾ അത് കഴിക്കുന്നതിന്റെ മാത്രമല്ല, അത് എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. എല്ലാ കാര്യങ്ങളിലും യാതൊരുവിധ കോംപ്രമൈസുകളും ആളുകൾക്കില്ല. അപ്പോൾ ഇതൊരു കുറ്റമായിട്ട് പറയുന്നതല്ല, പക്ഷെ നമ്മൾ 1 രൂപ ചെലവാക്കുമ്പോൾ ആ 1 രൂപയുടെ 70% നമുക്ക് സ്ക്രീനിൽ കാണണം എന്നാണ്. ഒരു 70 പൈസയുടെ വാല്യൂ എങ്കിലും നമ്മൾ സ്ക്രീനിൽ കാണണം. അത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇത്രയും ചെലവാക്കുന്നതിൽ അർത്ഥമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതിനു വേണ്ടി ചെറിയ നമുക്ക് വഴക്കുകളൊക്കെ ഉണ്ടാവാറുണ്ട്, സെറ്റിലാണെങ്കിൽ അല്ലാതെ ആണെങ്കിൽ. ഞാൻ മാക്സിമം ഫൈറ്റ് ചെയ്യാറുണ്ട്. കാര്യം പ്രൊഡക്ഷൻ വാല്യൂ എപ്പോഴും നന്നായി കാണണം. നമ്മൾ ചെയ്യുന്ന സാധനം എപ്പോഴും നല്ലതായിരിക്കും. ആളുകൾ കാണുമ്പോൾ എന്താണ്, നമ്മൾ 10 കോടിയുടെയും 11 കോടിയുടെ 15 കോടിയുടെയൊക്കെ സിനിമ എടുത്തു എന്ന് ആളുകൾ പറയാറുണ്ട്. പക്ഷെ നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ ഒന്നും കാണാറില്ല. അപ്പൊ നമ്മൾ തന്നെ തിയേറ്ററിൽ ഇരുന്ന് പറയും, ഇത് എന്താണ് ഇത്രയും 15 കോടിയായി 10 കോടിയായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊന്നും സ്ക്രീനിൽ കാണുന്നില്ലല്ലോ എന്ന് ആലോചിക്കും. പക്ഷെ സത്യത്തിൽ പൈസ അത്ര ആയിട്ടുണ്ടാകും. പക്ഷെ അത് സിനിമയ്ക്ക് പുറത്താണ് ചെലവായിരിക്കുന്നത്. സിനിമയ്ക്ക് അകത്ത് ചെലവാക്കാനായിട്ട് നമ്മൾ കാണുന്ന സ്ക്രീനിൽ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഫ്രെയിമിലേക്ക് വരാനായിട്ട് അത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൈറ്റ് വലുതാണ്. പ്രത്യേകിച്ച് ഞാനൊരു പെൺകുട്ടിയാണ്. അപ്പം അതിൻ്റെതായ ലിമിറ്റേഷൻസ് എനിക്കുണ്ട്.
അതുകൂടാതെ നമ്മൾ എന്താ പറയാ സിനിമ ഇത്രയും വലിയൊരു സിനിമ ചെയ്ത് കൊണ്ടുവന്ന് കഴിയുമ്പോൾ പിന്നെ അത് തിയേറ്റേഴ്സിലേക്ക് എത്തിക്കാനായിട്ടുള്ളൊരു പെടാപ്പാടുണ്ട്. നമ്മൾ ഇപ്പോൾ വലിയ സിനിമ പെരിച്ചാഴി പോലത്തെ സിനിമയ്ക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ ടൈമിൽ ഏറ്റവും കൂടുതൽ റിലാക്സ്ഡ് ആയിട്ടുള്ള സിനിമ പെരിച്ചാഴിയാണ്. കാര്യം പെരിച്ചാഴി ഇത്രയും വലിയ സിനിമ ആയതുകൊണ്ട് തന്നെ ഇത് മാർക്കറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ തിയേറ്റേഴ്സിലേക്ക് എത്തിക്കാനോ എനിക്കധികം ബുദ്ധിമുട്ട് വരുന്നില്ല. പക്ഷെ ആ സമയം ഞാൻ മങ്കിപ്പൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കുട്ടികളുടെ സിനിമ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും തള്ളിക്കളഞ്ഞതല്ലാതെ ഒരു തിയേറ്റേഴ്സ് ഒരുപാട് പ്രാവശ്യം എൻ്റെ റിലീസ് മാറ്റി വയ്ക്കേണ്ടി വന്നിട്ടുണ്ട്. കാര്യം തമിഴ് സിനിമകൾക്ക് വേണ്ടി നമ്മുടെ തിയേറ്റേഴ്സ് കൊടുക്കുന്നു, അപ്പോൾ മലയാള സിനിമയ്ക്ക് സ്പേസ് ഇല്ല. അപ്പോൾ അങ്ങനെ മങ്കിപ്പൻ്റെ റിലീസ് ഒരുപാട് മാറ്റി വയ്ക്കണം. മങ്കിപ്പൻ മാത്രമല്ല, സക്രിയുടെ ഗർഭിണികളാണെങ്കിലും എല്ലാം അതെ. ചെറിയ സിനിമകൾക്ക് നമ്മൾ ഓരോരുത്തരുടെ അടുത്ത് നമ്മളിപ്പോൾ ഒരു പോസ്റ്റർ ഒട്ടിക്കുന്ന ആളുടെ അടുത്ത് വരെ ആ സിനിമ മാർക്കറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമേ അവരത് പ്രോപ്പറായിട്ട് ഒട്ടിക്കുള്ളൂ. ഇത് ഇത്രയും നല്ല സിനിമയാണ്, ഇത് അങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണ്, ഇതിന് അങ്ങനത്തെ ഇതുണ്ട് എന്ന് പറയുന്നത് നമ്മളെല്ലാം മാർക്കറ്റ് ചെയ്യേണ്ടി വരും. ആ സമയം പെരിച്ചാഴിക്ക് ഒരു വലിയ സിനിമകൾക്ക് അത്രയും പ്രശ്നങ്ങൾ വരുന്നില്ല. അതൊന്നും മാറിക്കിട്ടിയാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാര്യം 3 സിനിമ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ എനർജി മുഴുവൻ കഴിഞ്ഞു. ഇതിപ്പോ 4ാമത്തെ സിനിമയാണ്. 4ാമത്തെ സിനിമയായപ്പം ഇപ്പൊ വീണ്ടും ഇച്ചിരി എനർജി തിരിച്ചു കയറി വരുന്നതേ ഉള്ളൂ. കാര്യം ഇതിനധികം ബുദ്ധിമുട്ടില്ല. അതുപോലത്തെ തന്നെ ഒരു ചെറിയ സിനിമയായിരുന്നു ഇതെങ്കിൽ ഒരു 4 സിനിമ കഴിയുമ്പോഴേക്കും അടുത്ത സിനിമ ചെയ്യാനുള്ള എനർജി എനിക്ക് ഉണ്ടാവില്ല. ആ ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ മാറിയാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ പ്രൊഡ്യൂസ് ചെയ്യേണ്ടിയിരുന്ന സിനിമകൾ എന്റെ കയ്യിൽ നിന്ന് പോയ ചില സിനിമകളുണ്ട്. അത് കണ്ടപ്പോൾ ഭാഗ്യം അതെന്റെ കയ്യിൽ നിന്ന് പോയത് ഞാനൊന്നും ചെയ്യാഞ്ഞ് നന്നായി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതല്ലാതെ ഈ സിനിമ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നിയ സിനിമ ആമേനാണ്. ആമേൻ ഫസ്റ്റ് ഞാൻ കേട്ട സിനിമയാണ് ആമേൻ. എന്നാ അതിന്റെ ഒരു വലിയൊരു സ്കേപ്പിലുള്ള വലിയ ഇതിലുള്ളൊരു സിനിമയായിരുന്നു. അപ്പൊ അത് അന്നത്തെ സമയത്ത് എനിക്കത് കയ്യിൽ ഒതുങ്ങുന്നതിനും അപ്പുറമായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ആമേൻ ഞാനത് വിട്ട് കളഞ്ഞത്. പക്ഷെ ആമേനിൽ എനിക്കൊരു പാർട്ടാവാൻ പറ്റി, അഭിനയിച്ചിട്ടാണെങ്കിൽ. ഇപ്പോഴും ആളുകൾ എന്നെ കാണുമ്പോൾ സാൻഡ്രോ തോമസ് ആമേൻ എന്ന് പറഞ്ഞിട്ടാണ് ചോദിക്കുന്നത്. അപ്പം എപ്പോഴും ആമേനിലാണ് എന്റെ ടാഗ് കിടക്കുന്നത്. നോക്കിലിത്ര ചമ്മലന്തേ ബാക്കിലിത്ര മൂർച്ചയന്തേ, നോക്കിലിത്ര ചമ്മലന്തേ ബാക്കിലിത്ര മൂർച്ചയന്തേ. എനിക്കാരണോ മാമനോ മച്ചാനോ തെറുതേറെ കള്ളിന്റെ തറുതലയാണോടാ, നിനക്കാരണ അഴിയനോ പുഴിയനോ മറുനാടൻ പാട്ടിന്റെ മറിമായം. ആമേൻ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തില്ലല്ലോ എന്ന് തോന്നി, എനിക്ക് വിഷമം തോന്നിയൊരു സിനിമയാണ്. പക്ഷെ ചില സിനിമകളുണ്ട് ഞാൻ വിട്ടുകളഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് പോയതാണെങ്കിലും തിയേറ്ററിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് സന്തോഷിച്ചു. ഞാനത് ചെയ്തില്ലല്ലോ, ഭാഗ്യം ഞാൻ രക്ഷപ്പെട്ടത് എന്ന് വിചാരിച്ച സിനിമകളുമുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മളിപ്പോൾ ഒരു സെറ്റില് ഒരു വലിയ ക്രൂ ആണ്, ഒരു 80-85 പേരുടെ ക്രൂ ആണ്. ഇതേ ആൾക്കാർ തന്നെ കേരളത്തിന് വെളിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് 20 പേര് 22 പേരിലാവുന്നു. ആ 22 പേരും വർക്ക് ചെയ്യുന്നുണ്ട്, ഈ സെയിം പ്രോഡക്റ്റ് തന്നെയാണ് കിട്ടുന്നതും. അപ്പൊ അതിനൊന്നും ഒരു വ്യത്യാസവും ഇല്ല. ഇവിടെ ആകുമ്പോൾ 70-75 പേര് 80 പേര് വർക്ക് ചെയ്യണം. അതിന്റെ ആവശ്യമില്ല. നമുക്ക് ജോലിക്ക് ആവശ്യമായിട്ടുള്ള ആൾക്കാർ മാത്രം മതി. ചുമ്മാ എല്ലാവരും കൂടെ വന്ന് നിന്ന് വർത്തമാനം പറയാം. നമ്മൾ US ചെന്ന് കഴിഞ്ഞപ്പോൾ കാണാൻ പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാര്യം എന്തെങ്കിലും ഒരു സ്ക്രൂ അഴിഞ്ഞു പോയി എന്നുണ്ടെങ്കിൽ, ഒരു ലൈറ്റിന്റെ ഒരു സ്ക്രൂ ഒന്ന് അഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഉടനെ ഒരു വോക്കി ടോക്കി വഴി അതിന്റെ സ്ക്രൂ അഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ ഉടനെ അത് എല്ലാം കഴിഞ്ഞു. ആ സമയം ഇവിടെയാണെങ്കിൽ സ്ക്രൂ അഴിഞ്ഞു, അതെടുക്കൂ ഇതെടുക്കൂ എന്ന് പറഞ്ഞൊരു 5-6 പേരെ വിളിച്ച് പറഞ്ഞ അതിന്റെ, അതായത് നന്ദനത്തില് വെള്ളം ചൂടാക്കൂ എന്ന് പറയുമ്പോൾ അടുത്ത ആള് വെള്ളം ചൂടാക്കൂ എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. ഇവിടെ ആണെങ്കിൽ അതൊരു 10 പേര് പാസ് ചെയ്ത് പോയി കഴിഞ്ഞിട്ട് ആ പണി അവിടെ നടക്കുകയുള്ളൂ. അത് നടന്നു വരുമ്പം ഉച്ചയാവുന്നു മാത്രം. അങ്ങനത്തെ ചില ഇപ്പം സിനിമയിൽ ഒരുപാട് നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. അപ്പൊ അങ്ങനെ ഇവിടുത്തെ അത് കുറെയൊക്കെ എനിക്ക് തോന്നുന്നു ഒരുപാട് അസോസിയേഷൻ ഉണ്ടായതിന്റെ ഒരു പ്രശ്നങ്ങളും കൂടെ ഉണ്ട്. അപ്പം അസോസിയേഷൻ എപ്പോഴും നല്ലതാണ്, പക്ഷെ അത് കുറെയൊക്കെ എന്താ പറയാ കൺട്രോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നെഗറ്റീവും ആവുന്നുണ്ട്. അതിന്റെ ഒരു ഇതൊക്കെയാണെന്ന് തോന്നുന്നു ഇത്രയും ആളുകൾ. അതേപോലെ ചില ആള് ഇപ്പം ഇങ്ങനെ ഞാൻ എടുത്തു പറയുന്നില്ല ഏത് ആണ് എന്ന് പറഞ്ഞത്, പക്ഷെ
ഒരു റെസ്പെക്ട് അത് വളരെ കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം സിനിമയില്. എല്ലാരും ഞാനാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞിട്ടാണ് എല്ലാരും നടക്കുന്നത്. അപ്പോൾ ഒരു റെസ്പെക്റ്റും അല്ലെങ്കിൽ ചെയ്യുന്ന ജോലിയോട് ഒരു ആത്മാർത്ഥതയും വളരെ കുറഞ്ഞു പോകുന്നു. ഇപ്പൊ ഞാൻ 4 വർഷമായി. അപ്പൊ അതില് ഫ്രൈഡേ മുതൽ ഞാൻ കാണാൻ തുടങ്ങിയതില് ഇപ്പൊ ഓരോ വർഷവും അത് കുറഞ്ഞു വരുന്നതാണ്. ഇപ്പം സത്യം പറഞ്ഞാൽ ഒരു ശകലമൊക്കെ പ്രൊഡ്യൂസറോട് ഇച്ചിരി റെസ്പെക്ട് ഒക്കെ വരാൻ തുടങ്ങി. കാര്യം സാറ്റലൈറ്റ് നിന്ന് കഴിഞ്ഞപ്പോ ഓക്കെ ഇവര് കയ്യിൽ നിന്ന് പൈസ എടുത്ത് തന്നെ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരിത് വന്നു കഴിഞ്ഞപ്പോ കുറച്ചൊക്കെ റെസ്പെക്ട് ഒക്കെ തരാൻ തുടങ്ങി. അല്ലെങ്കിൽ പ്രൊഡ്യൂസർ നടന്നു വരുമ്പോഴേക്കും ഉടനെ അവിടെ ഒന്ന് ചാരി ഇരുന്നിട്ട് ഒരു തുപ്പും കൂടെ തുപ്പും. അത്രയും ഒരു ഇതാണ് ആളുകള്. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര വിഷമമൊക്കെ വന്നിട്ടുണ്ട്. എന്റെ മുഖത്തേക്കൊക്കെ ചെക്കൊക്കെ വലിച്ചെറിഞ്ഞിട്ടുണ്ട്, എനിക്ക് ചെക്കൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതൊക്കെ ഭയങ്കര ഒരു ഞാനാണ് വലുത്, ഞാൻ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് സിനിമയിലുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊക്കെ മാറേണ്ട ഒരു സമയമായിരിക്കും. കഴിഞ്ഞ ദിവസം അരൂർ ടോള് വഴി പാസ് ചെയ്ത് പോയപ്പോ അവിടെ ഒരു 6 പേര് ടോള് വാങ്ങിക്കുന്ന സ്ഥലത്ത് നിൽക്കുന്നു. അതിന്റെ മുന്നില് വേറൊരാള് നിൽക്കുന്നു. അതായത് നമ്മള് പൈസ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അടിച്ചു വീഴ്ത്തി വണ്ടി ഇടിച്ചു പൊട്ടിക്കും എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത്. ഭയങ്കര ഗുണ്ടായിസാണ്. അതൊക്കെ നല്ല റോഡ് ഉണ്ടായിട്ട് ഈ ഗുണ്ടായിസം കാണിക്കുകയാണെങ്കിൽ ഓക്കെയാണ്. അപ്പൊ അതല്ലാതെ അങ്ങനെയൊക്കെ കാണിക്കുന്ന കാണുമ്പോ അതൊക്കെ നമ്മളൊരു സാധാരണ എന്താ പറയുന്നത്, നമ്മൾ ടാക്സ് കൊടുക്കുന്ന വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ ടാക്സ് കൊടുക്കുമ്പോൾ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് കിട്ടണം. അതില്ലാതെ നമ്മൾ എന്തിനാണ് വെറുതെ വീണ്ടും അതിന് ടോള് കൊടുക്കാനൊക്കെ നിൽക്കുന്നത്? അപ്പൊ അതിലെനിക്ക് ഇപ്പൊ ജയസൂര്യ പോലെ തന്നെ ജയസൂര്യ ഒരാള് റിയാക്ട് ചെയ്ത് എന്തുകൊണ്ട് ബാക്കിയുള്ള ആളുകൾ റിയാക്ട് ചെയ്യുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരുപാട് ആളുകൾ ഈ ദുരിതം അനുഭവിക്കുന്ന, അതായത് 10 മിനിറ്റിൽ എത്തേണ്ടടുത്ത് 1.5 മണിക്കൂറും 2 മണിക്കൂറും എടുത്തിട്ടാണ് ഓരോരുത്തരും ഓരോ സ്ഥലങ്ങളിൽ എത്തുന്നത്. അതുപോലെ തന്നെ എല്ലായിടത്തും വലിയ കുഴികളാണ്. ഈ കുഴികളിലൊക്കെ വീണിട്ട് പിന്നെ അവിടുന്ന് പൊങ്ങി വരുന്നില്ല, ഉടനെ താഴെ വീണ്ടും കിടക്കുകയാണ്. ഒരു പ്രാവശ്യം ഞാൻ കാറിൽ പോയിട്ട് കാർ അതിനകത്ത് വീണിട്ട് അതിൽ നിന്ന് പൊങ്ങുന്നില്ല. അപ്പൊ പിന്നെ സ്കൂട്ടറിലും 2 വീലറിലൊക്കെ പോകുന്നവരുടെ കാര്യം പറയാനേ ഇല്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം കാണുമ്പോൾ എനിക്ക് മിണ്ടാതിരിക്കാൻ തോന്നില്ല. അത് ഈ റോഡിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എനിക്ക് ഇച്ചിരി എടുത്തിയാട്ടം കൂടുതലാണ്. അപ്പൊ ഞാൻ എല്ലാ കാര്യത്തിലും എനിക്ക് ശരിയല്ല എന്ന് തോന്നുന്ന കാര്യത്തിൽ ഞാൻ പ്രതികരിക്കാറുണ്ട്. അപ്പം കുറച്ച് സ്ട്രെയിറ്റ് ഫോർവേഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അത് എനിക്ക് ഒരുപാട് ഗുണങ്ങളും ചെയ്യാറുണ്ട്, ദോഷമാണ്. ഗുണം ചെയ്യാറുണ്ടെന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിലും എനിക്ക് ഞാൻ ചെയ്തത് തെറ്റായി പോയി അങ്ങനെ ഒരു റിഗ്രറ്റ് എനിക്ക് വരാറില്ല. കാര്യം ഞാൻ ആ കറക്റ്റ് സമയത്ത് ഞാൻ പ്രതികരിച്ചു, അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്തു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടും. അത് ഞാൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതെപ്പോഴും എനിക്കതൊരു റിഗ്രറ്റ് ആയിട്ട് നിൽക്കും. അയ്യോ ഞാനത് ചെയ്തില്ലല്ലോ, എന്തുകൊണ്ട് ഞാൻ പ്രതികരിച്ചില്ല എന്നെനിക്ക് തോന്നും. അപ്പൊ അതിന് ഞാൻ ഒരിക്കലും വഴിവെക്കത്തില്ല. ഞാൻ എപ്പോഴും എനിക്ക് ശരിയല്ല എന്ന് തോന്നുന്ന കാര്യത്തിൽ, അത് ഞാൻ സിനിമയിലാണെങ്കിലും അല്ലെങ്കിലും പുറത്താണെങ്കിലും, ഇപ്പൊ ഒരു സെലിബ്രിറ്റി ഒന്നും ആയിട്ടില്ലായിരുന്നെങ്കിൽ കൂടിയും ഞാൻ പ്രതികരിക്കാറുണ്ട്. ഇതിനു മുമ്പും ഞാൻ ഇതുപോലെ ഒരുപാട് പ്രാവശ്യം പ്രതികരിച്ചിട്ടുള്ള ഒരാളാണ്. അന്ന് ഞാൻ ഇതുപോലെ ഇത്രയും പേര് അറിയുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല എന്ന് മാത്രം. ഞാൻ എല്ലാ കാര്യങ്ങളിലും എനിക്ക് ശരിയല്ല എന്ന് തോന്നുന്ന കാര്യങ്ങളിലും ഞാൻ പ്രതികരിക്കും. കാണിക്കാൻ ആർക്കും പറ്റും. തല്ലാനാണെങ്കിൽ അക്കരയിലോട്ട് വേണം, അവിടെ ഞങ്ങൾക്കും ഉണ്ട് ആൾക്കാർ. തല്ലണമെങ്കിൽ അക്കരയെന്നല്ല, നിന്നെ നിന്റെ കെട്ടിയോൻ ഡേവിസിനെ തൊമ്മേലിലെ വീട്ടിൽ ഒന്ന് തല്ലുപടി കാണുമോ നിനക്ക്? എന്നാ തല്ലണോ? ഈ ആവേശമൊക്കെ വായനെ കാണിക്കണായിരുന്നു. മാറി നിൽക്കടാ. എന്നെ വായിക്കാൻ പഠിപ്പിച്ച നിന്റെ അപ്പൻ കൊച്ചുലോനപ്പൻ മുപ്പര് ഈ ക്ലാരിനെറ്റ് കയ്യിലെടുത്തെന്ന് ആദ്യം പറഞ്ഞെന്താണെന്നറിയോ? എടാ ലൂയി, ദൈവം മണ്ണെടുത്തൂതി മനുഷ്യനുണ്ടാക്കി, അതിന് ജീവൻ വെപ്പിച്ചതുപോലെ സംഗീതം. ഓരോ തവണ നമ്മൾ ശ്വാസം കൊടുക്കുമ്പോഴും ഈ ക്ലാരിനെറ്റിന് നമ്മൾ ജീവൻ കൊടുക്കുവാന്ന്. നല്ല വായനക്കാരന്റെ മുമ്പിൽ ജയം തോൽവിയില്ല, സംഗീതം മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ സംഘത്തിലുള്ളവരെ ഇറക്കുകയെന്നല്ലേ ഈ പറഞ്ഞതിന്റെ അർത്ഥം? ചോണയുണ്ട് അവരെ ഒന്ന് തോപ്പിക്ക്, എന്നിട്ട് മതി വലിയ വർത്താനം. എന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ആമേനിലെ മറിയാമ്മയുടെയും പെരിച്ചാഴിയിലെ എൽസയുടെയും ഒരു മിക്സാണ്. അപ്പോ കുറച്ച് ബോൾഡ് ആണ് എന്ന് വെച്ചാൽ അത്രയ്ക്ക് അങ്ങോട്ടല്ല, എന്നാൽ ഒരു സൈഡ് വളരെ സോഫ്റ്റ് ആണ്, ഒരു സൈഡ് ഇച്ചിരി കുറച്ച് ബോൾഡാണ്. നമ്മൾ എന്താ പറയാ, ഒരു പുറമേ ഒരു ബോൾഡായിട്ടൊക്കെ തോന്നുമെങ്കിലും അത്ര ബോൾഡാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. എന്നാലും
ഞാൻ ഒരു ആമേനിലെ മറിയാമ്മ ആയിട്ട് ഒരുപാട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും. കാര്യം ഞാൻ ഏകദേശം അങ്ങനെയാണ്. ഇച്ചിരി കോമ്പറ്റീറ്റീവ് മൈൻഡ് ഉള്ള ഒരാളാണ്. എപ്പോഴും ജയിക്കണം, ഒന്നാമതെത്തണം. എനിക്ക് തോന്നുന്നു അതെന്റെ പോസിറ്റീവുമാണ്, എന്റെ നെഗറ്റീവാണ്. പിന്നെ പെട്ടെന്ന് ഇച്ചിരി ടെമ്പർ കൂടുതലാണ്. അതൊക്കെ എനിക്ക് തോന്നുന്നു ചില സമയത്ത് എനിക്കത് പോസിറ്റീവായിട്ട് തോന്നാറുണ്ട്, ചില സമയത്ത് ഭയങ്കര നെഗറ്റീവാണ്. പക്ഷെ എന്നാൽ പോലും ഈ ആമേനിലും അറിയാമയായിരിക്കും എന്റെ ക്യാരക്ടറുമായിട്ട് എനിക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. എനിക്ക് ഒരുപാട് പ്രൊഡ്യൂസേഴ്സിനെ പരിചയമുണ്ട്. അപ്പം എല്ലാവരും ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ആക്ടേഴ്സാണ്. ഇന്ന ആക്ടറിന്റെ ഡേറ്റ് ഉണ്ട്, എന്നാ പിന്നെ ഞാൻ പടം ചെയ്യാം, അങ്ങനെ നോക്കുന്നവരാണ് കൂടുതലും. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ കൂടുതലും നല്ല സിനിമ നോക്കി നല്ല കഥ നോക്കി സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. നല്ല കഥ ഉണ്ടെങ്കിൽ നല്ല ആക്ടറും നല്ല ഡയറക്ടറും ഒക്കെ താനേ വരും. അപ്പോൾ നല്ല കഥയാണ്. അപ്പൊ മങ്കി പെൻ എന്ന് പറയുന്ന സിനിമയിലേക്ക് അതിന്റെ കഥ കേട്ടാൽ ആർക്കാണ് ഇഷ്ടം തോന്നാത്തത്? കാര്യം നമ്മളെല്ലാം കടന്നു പോന്നിട്ടുള്ള ഒരു സ്റ്റേജാണത്. അപ്പൊ എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. എൻ്റെ അടുത്ത് വന്ന് കഥ പറഞ്ഞിട്ട് ഇവർ തിരിച്ചു പോയി കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അവരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഈ റയാൻ ഫിലിപ്പ് ഇപ്പോഴും എന്നെ ഹോണ്ട് ചെയ്യാണ്. കാര്യം ഞാൻ അതുപോലെ ഒരു റയാൻ ഫിലിപ്പ് ആയിരുന്നു. അതുപോലെ എന്നെ പോലെ ഒരുപാട് കുട്ടികളുണ്ട്. ഇത് അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കഥ, നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി തോന്നുന്ന ഒരു കഥ, അതാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിൽ ഡയറക്ടറിന്റെ അല്ലെങ്കിൽ ആക്ടറിന്റെ ഒരു ക്രെഡിബിലിറ്റി നോക്കുന്നതിനേക്കാൾ കൂടുതൽ കഥയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, അതിനുശേഷം ഡയറക്ടറിനും ആക്ടറിനും കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പോളിസി. അപ്പ ലവ് മാരേജ് ഈ നാനേനി കിട്ടിയില്ലു, എന്ത് പറഞ്ഞാലും കണ്ടീന കേട്ടീന പോയിന. എന്നാ ചെയ്യാനടാ, പെട്ടുപോയിന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്നാലും എങ്ങനെ വീണെന്ന് എനിക്ക് തിരിയാത്തത്. എങ്ങനെയുണ്ടേ മണം? സൂപ്പർ അല്ലേ? ഇതിനേക്കാളും കിടിലനൊരു മണം ഞാൻ +1 പഠിക്കുമ്പോൾ വന്നെൻ്റെ മോനെ. നല്ല ഇറച്ചിപ്പത്തിരിയുടെ മണം. അന്നു മുതൽ ഞാൻ അവളെ ശ്രദ്ധിക്കാൻ തുടങ്ങി.